എങ്ങനെയുണ്ട്? ഈ റോസ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എനിക്ക് ഈ റോസ് എവിടുന്ന് കണ്ടാലും അത് കൊത്തിപ്പറിച്ചുകൊണ്ടിരണം. എനിക്കിപ്പോൾ ഇതായിരുന്നു കിട്ടിയതെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു ചേച്ചി മറ്റേ ചെടികളെല്ലാം വിൽക്കുന്നു. അവിടെ രണ്ട് ചെടി ഞാനിങ്ങനെ ഉമ്മാൻ്റെ കാലും കയ്യെല്ലാം പിടിച്ചിട്ട് മേടിച്ചാൽ നിൽക്കുക. എനിക്ക് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു റോസ് ചെടി എടുത്തു നോക്കിയ സമയത്ത് അതിൽ നിന്ന് ഈ റോസ് കാണാൻ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക. എന്നുവെച്ചാൽ പൊട്ടിയിട്ട് നിൽക്കുക. അയ്യോ ആ അപ്പം ഞാൻ ഓരോട് ചോദിച്ചു, ചേച്ചി അതെനിക്ക് തരുമോ വെറുതെ എന്ന്. എന്തായാലും നമ്മൾ പൈസയും കൊടുത്ത് വേറെ വാങ്ങുന്നുണ്ടല്ലോ, ഇതാണെങ്കിൽ പൊട്ടുകയും ചെയ്തിക്ക്. അപ്പോൾ ഓറ് പറഞ്ഞ് തരാൻ പറ്റൂല മോളെ. അപ്പം ഞാൻ ഒന്നും കൂടി പ്ലീസ് ചേച്ചി ഒന്ന് താന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്ന്. അപ്പം ഞാൻ എൻ്റെ നിഷ്കോ ഫേസ് ഒന്നും കൂടി നിഷ്കോ ആക്കി ചോദിച്ച സമയത്ത് ഓരോ എനിക്ക് പറിച്ചിങ്ങന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഓൺ വോയിസ് ഇട്ട് വെറുപ്പിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ കണ്ടൻറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു സ്റ്റോറിയാണ്. കാരണം തീരെ വയ്യാത്ത ഒരു ദിവസമാണ് ഇന്ന്. ഇപ്പോൾ വീട്ടിലെത്തിയാടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അസുഖം എന്താണെന്ന് വെച്ചാൽ, അസുഖം എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ. പക്ഷേങ്കിൽ ഈ ഞങ്ങളെ നാട്ടിലുള്ള ഭാഷ പറഞ്ഞാൽ കുറച്ച് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൾമണോളജിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ യാ റബ്ബനാ ഫുള്ള് ക്യൂ ആണ്. ഏത് ക്യൂ എന്നാ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയത്. കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. അപ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് തോന്നി. കാരണം അവിടെ പൾമണോളജിസ്റ്റ് ഇന്ന് ലീവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ 10 ദിവസമോ അങ്ങനെ എങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താക്കിയേ, നേരെ എന്നാ ഡോക്ടർ പേര് സക്കീർ ഹുസൈൻ, അറിയാവുന്നവരുണ്ടാവുമായിരിക്കും, അല്ലാത്തവരും ഉണ്ടാവും. എന്തായാലും സക്കീർ ഹുസൈൻ പൾമണോളജിസ്റ്റാണ്. അപ്പോൾ അവർക്ക് കാണിക്കാൻ പോയി. അങ്ങനെ നമ്മൾ പയ്യോളി അവർ നോക്കുന്ന ഒരു ഹോമിൽ നിന്നാണ് നോക്കുന്നത്, ഒരു വീട്ടിൽ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ പോയി അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലെ ഇങ്ങനെ ക്യൂ ഒന്നും നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ നിന്ന് അല്ല, ഞാനവിടെ ഇരുന്ന്. അപ്പോൾ അവിടെ കറക്റ്റ് ഉള്ള പറയാലോ, അവിടെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. ഒരു പിന്നെടുത്ത് നിലത്തിട്ടാൽ അതുപോലും കേൾക്കും. അവിടെ നിന്ന് ഞാൻ മാത്രം ഇങ്ങനെ എല്ലാവരും എന്നെ തന്നെ നോക്കുക. ഇതെന്തുവാ ഇത്? എനിക്കാണെങ്കിൽ നിർത്താനും പറ്റുന്നില്ല. ഞാനതൊക്കെനാ ഞാനിങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. എല്ലാവരും ഇങ്ങനെ എന്നെ ഇവളെ ഏതാടേ ഇവളത്തെ ഇങ്ങനെയല്ലോ. ഞാനെന്തോ വലിയ വേറെന്തോ അസുഖാറ്റ ഉള്ള ആൾക്കാരോട്ടെ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി മുയിക്കുന്നത്. പോരായിട്ട് എൻ്റെ ഉമ്മയാണെങ്കിലും ഇങ്ങനെ നോക്കി. അപ്പോൾ അങ്ങനെ കാണിക്കൊക്കെ ചെയ്ത് കാണിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. ഇപ്പോൾ വീട്ടിൽ വന്ന് കയറി അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗുണ സംഭവങ്ങളിലുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും പറയാൻ കഴിയല്ല, ആകെ വീക്കാണ്. ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ടാബ്ലറ്റും സിറപ്പൊക്കെ തന്ന് അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഒന്നും കൂടി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ ടാബ്ലറ്റ് കഴിച്ചിട്ട് മാറാൻ ദുആ ചെയ്യുക. എന്നോട് വെറുപ്പുള്ള ആൾക്കാരെല്ലാം ഓളെ തീർന്നോട്ടെ എന്നൊന്നും വിചാരിക്കല്ലേ. അല്ല അപ്പോൾ ഓക്കെ.